നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പിടക്കോ ഫാമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മളെപ്പോഴും നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ മീനുകളെക്കുറിച്ചും മീനുകളുടെ ബ്രീഡിങ്ങിനെക്കുറിച്ചും ഫീഡിങ്ങിനെക്കുറിച്ചൊക്കെയാണ്. ഇത്തവണ ചെറിയൊരു മാറ്റം. നമ്മുടെ വീട്ടിലുള്ള പഴയൊരു അക്വേറിയം അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. കുറച്ച് സമയമെടുത്ത്, അതായത് കുറച്ച് ദിവസങ്ങളെടുത്ത് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ഷെഡ്യൂളാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അക്വേറിയം. നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി അക്വേറിയമായിട്ട് പരിപാലിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇതിങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ ലീക്ക് വന്നപ്പോൾ നമ്മളത് അഴിച്ച്, പക്ഷേ ഇത് മുഴുവനായിട്ട് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളത് ഇങ്ങനെ ചെയ്ത് മറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിൽ നല്ലൊരു അക്വേറിയമായിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പുതിയൊരു അക്വേറിയം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരുണ്ട്, ടെറേറിയം എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ശ്രമമാണ്. അത് എത്രത്തോളം വിജയിക്കും നമുക്കിപ്പോൾ അറിയില്ല. നമ്മളേതായാലും ശ്രമിക്കുന്നു. നമ്മുടെ പരിശ്രമം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് പ്രചോദനമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പതിയെ നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഇത് മുഴുവൻ മാറ്റി ഇതൊന്ന് രണ്ടാമതൊന്ന് സീലൻ്റ് വെച്ച് ഫിനിഷ് ചെയ്യണം. ലീക്കൊക്കെ കംപ്ലീറ്റ് മാറ്റി ഈ ഇരിപ്പിൽ തന്നെയാണ് നമ്മൾ ഇതിന് മെയിൻ്റെനൻസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു പോർഷൻ ആയിരിക്കും നമ്മളിവിടെ ഗ്ലാസ്സിന് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഏരിയ മാത്രം വെള്ളം ഉണ്ടാവും, ബാക്കി പ്ലാന്റ് ഉണ്ടാവും, റോക്ക് ഉണ്ടാവും, ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടാവും. ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെറേറിയത്തിൻ്റെ പണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻഡൊക്കെ നമ്മൾ മാറ്റി, റോക്ക് മാറ്റി, ഡ്രിഫ്റ്റ് വുഡ് മാറ്റി. ഇനി അടുത്ത പണി കംപ്ലീറ്റ് പഴയ സിലിക്കോൺ കംപ്ലീറ്റ് നമ്മൾ ചീവി കളഞ്ഞ് ക്ലീൻ ചെയ്ത് അടിയിലൊക്കെ നമ്മൾ ഗ്ലാസ് പൊട്ടിയിട്ട് സിലിക്കോണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്ക് വരുന്നു. ഇതൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ സിലിക്കോൺ ചെയ്ത് ക്ലീൻ ആക്കി പുതിയ അക്വേറിയത്തിൻ്റെ പോലെ ആക്കിയിടുന്നു. ഒട്ടും ലീക്കില്ലാതെ ആക്കിയിടുന്നു. ആ പണിയിലേക്ക് കിടക്കും. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ക്ലീനിങ്, സാൻഡൊക്കെ നേരത്തെ കളഞ്ഞു. കംപ്ലീറ്റ് പഴയ സിലിക്കോണുകൾ നമ്മൾ ചീകി വെടിപ്പാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റീപ്ലാസ്റ്റർ ചെയ്യാൻ പോകണം. സിലിക്കോൺ ആയിട്ട് അടിക്കാൻ പോകണം. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമ്മളിത് പൂർത്തിയാക്കും. ഓക്കെ, ആയോ? ഓൾഡ് അക്വേറിയത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെറേറിയത്തിൻ്റെ പണി പുരോഗമിക്കുന്നു. അക്വേറിയം ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാസ് എന്തായാലും വേണം.
അപ്പോൾ നമ്മുടെ ഗ്ലാസ് ടെറേറിയത്തിൻ്റെ പ്രത്യേകിച്ച് ഫുള്ളായിട്ടുള്ള ഗ്ലാസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഗ്ലാസ് വെക്കുന്നത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇതാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെ സിലിക്കോൺ ഇട്ട് ഇതിനെ കൂടി നമുക്കാണ് സെറ്റാക്കാം. ഓക്കെ, ടെറേറിയത്തിൻ്റെ പ്രാഥമിക പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു അംശമായിട്ടുള്ളൂ പണിയുടെ, വളരെ ചെറിയൊരു അംശമായിട്ടുള്ളൂ. ചെറിയൊരു ആർഗനൈസേഷൻ നമ്മൾ അക്വേറിയത്തിന് വരുത്തി അത് നമ്മൾ ടെറേറിയത്തിന് പറ്റുന്ന ഭാഗത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് സാൻഡ് ചെയ്യണം, റോക്ക് ചെയ്യണം, പ്ലാന്റ് ചെയ്യണം, കുറേ അധികം പണികളുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ ഇത് തീരില്ല, എന്തായാലും തീർക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ.